ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് എവിടെയാണ് അലക്സേ? സണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൊട്ടു പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ ഒരു ക്യാപ്ഷനാണ്, സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ. യെസ്, എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് തൊട്ടടുത്തൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. മഹാത്മാഗാന്ധി ഒരു കുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിമ. 1930 ഗാന്ധിജി സണ്ടൂര് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഗാന്ധിജി പറഞ്ഞ കോട്ടാണ് അല്ലെ ക്യാപ്ഷനാണ് ഇത് വിസിറ്റ് ചെയ്ത ശേഷം സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ. അത് കാരണം അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് അവരിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ചുറ്റിയിട്ട് സ്വാമിമല എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്. അപ്പൊ ആ സ്വാമിമല ചുറ്റി നിൽക്കുന്നതും താഴ്വാരം സണ്ടൂര് കാണാൻ പറ്റും. പിന്നെ സണ്ടൂരിന്റെ സൺറൈസ് പോയിന്റും സൺസെറ്റ് പോയിന്റ് ഒക്കെയാണ് ഈ പ്ലേസ്. സൺറൈസും സൺസെറ്റും നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും. പിന്നെ ഈ മലയുടെ ഷാഡോയും ഈ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ കംപ്ലീറ്റ് വാലിയെ കവർ ചെയ്യുന്നതും കാണാൻ പറ്റും. അതാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിന് അവര് സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞ അതൊരു ക്യാപ്ഷൻ ആക്കി വെച്ച്. പക്ഷെ അത് കൊള്ളാം കേട്ടോ, കാരണം ഈ പ്ലേസ് ഗൂഗിളിൽ തപ്പിയാലും നമുക്ക് സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ എന്നാണ്. ഇതൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലേ കാണാം. സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടാണ് അവര് ഗൂഗിളിൽ പോലും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു ക്യാപ്ഷൻ ഒരു സ്ഥലത്തിന് കാണുന്നത്. സാധാരണ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ഐ ലവ് യു സന്തൂർ, അങ്ങനെ ഐ ലവ് യു ട്രിവാൻഡ്രം, കോട്ടയം എന്നൊക്കെയല്ലേ നമ്മൾ സണ്ടൂർ വ്യൂ പോയിന്റ് അങ്ങനെയല്ലേ. ഇത് സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ട് അത് ഓൺലി ബിക്കോസ് ഓഫ് മഹാത്മാഗാന്ധി ഇവിടെ വന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷനാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സന്തൂറിൻ്റെ വിശേഷങ്ങൾ. പറയാനാണെങ്കിൽ സന്തൂറിന് ഒരുപാട് വിശേഷങ്ങൾ നമുക്കിനി കാണാനും കേൾക്കാനും ഉണ്ട്, അറിയാനും ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ പറയാം. ആദ്യമേ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു മനോഹരമായ ക്യാപ്ഷൻ ഗാന്ധിജി നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ്. എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമുക്ക് നടന്നു കയറാം. കുറച്ച് പടവുകൾ താണ്ടിയിട്ട് വേണം അവിടെ എത്താനായിട്ട്. 19 പടവുകളുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാം. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സണ്ടൂർ സിറ്റിയുടെ ഒരു വ്യൂ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം വരികയാണെങ്കിൽ നല്ല ഒരു ഹരിതാപം അല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമായിരിക്കും അല്ലേ. ജൂലൈ ഓഗസ്റ്റ് ആ മാസം മഴ കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് കാണാമല്ലോ, ഹിൽസ് ഉണ്ടല്ലോ. ആ ഹിൽസ് കംപ്ലീറ്റ്ലി പിന്നെ ഗ്രീനറി ആയി മാറിയിട്ടുണ്ടാവും. ഡ്രൈ ആയ സ്ഥലങ്ങൾ മുഴുവൻ ഗ്രീനറി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞത്. ഓക്കെ. എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സെപ്റ്റംബർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാലും നഷ്ടമില്ല. ഓൾറെഡി ഇപ്പൊ മഴ പെയ്തുകൊണ്ട് ഇപ്പോഴും ആ ഗ്രീനറി നിലനിൽക്കുന്നുണ്ട്. അതെ, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് പടവുകളൊക്കെ താണ്ടി അതിൻ്റെ മുകളിൽ പോയിട്ട് ആ വാച്ച് ടവറിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ റിൻഡു ആണ് കേട്ടോ, അലക്സിൻ്റെ വൈഫാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അലക്സിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അങ്ങനെ പടവുകളൊക്കെ ചവിട്ടി നമ്മളിതാ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സ്, ആകെ ഒരു പൊടി പടലമാണല്ലോ ഇവിടെ മുഴുവനും, ചുവപ്പ് കളർ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഗാന്ധിജി പറഞ്ഞ സി സണ്ടൂർ ഇൻ സെപ്റ്റംബർ. അത് ശരി. അല്ല, എന്നാലും ഞാൻ പൊതുവെ ചോദിക്കാതെ, നമ്മൾ ഈ വന്ന സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ടെന്ന് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സണ്ടൂര് ഒരുപാട് ഇരുമ്പ് ഖനികളുണ്ട്. അത് ശരി. ഈ ഇരുമ്പ് ഖനികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാണുന്നത്. ഇപ്പൊ ഗാന്ധിജിയെ തന്നെ കണ്ടില്ലേ, ഒരുപാട് പോകുന്ന ബസ്, റോഡ്, റെയിലുകള് എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി കവേർഡ് ഓഫ് റെഡ് കളർ. ഇരുമ്പ് ഖനികൾ ഒരുപാടുണ്ട്. സണ്ടൂർ ഇരുമ്പ് ഖനികൾക്ക് ഫേമസ് ആണ്. ആ കാരണം കൊണ്ടാണ് ഇത് മുഴുവൻ ചുവന്ന് കിടക്കുന്നത്. ഇനിയിപ്പം മുന്നോട്ട് പോകും തോറും ഈ ചോപ്പ് കൂടി വരും. ശരി. അപ്പൊ അങ്ങനത്തെ കുറെ വിശേഷങ്ങളുണ്ട് കേട്ടോ സന്തൂറിന്. അപ്പൊ എന്തായാലും നമ്മുടെ തുടക്കം ഒരു മല കയറിക്കൊണ്ട് ആയിക്കോട്ടെ അല്ലേ. എവിടെ ചെന്നാലും അങ്ങനെ ഒരു ശീലമുണ്ടേ. അത് കർണാടകയിലും വേണമല്ലോ, അങ്ങനെ തന്നെ വേണമല്ലോ. അങ്ങനെ നടന്നിതാ മുകളിലേക്ക്. അതെ. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, രാവിലെ ഈ വ്യൂ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരായിരിക്കും. എൻ്റെ അമ്മോ, ശ്വാസം മുട്ടുന്നു. ഈ താഴെ കാണുന്ന നദി കണ്ടോ, അത് തുംഗഭദ്രയുടെ കൈവഴിയാണ്. താഴെ ചെന്ന് സണ്ടൂര് കഴിഞ്ഞിട്ടൊരു ഡാമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ ഡാമാ, നരിഹല്ല എന്ന് പറഞ്ഞിട്ട്. നരിഹല്ല റിവറിന്റെ പേര് നരിഹല്ല എന്ന് തന്നെയാ. തുംഗഭദ്രയുടെ കൈവഴിയാണ്. അപ്പൊ അവിടെ ഒരു ഡാം ഉണ്ട്. അപ്പൊ ആ ഡാം പിന്നെ അവിടുന്ന് നേരെ മുന്നോട്ട്
തുങ്കഭദ്രയിൽ പോയിട്ട് ലയിക്കാനുള്ളത്. ഓക്കെ ഓക്കെ. അവിടെ നിന്നാണ് സണ്ടൂരിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നത്. ഓ ശരി ശരി. ആ ഗ്രാമവും അതോടൊപ്പം അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക്. സണ്ടൂർ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റിയാണ്. ഓ അത് കൂടാണ്ട് ബാക്കിയുള്ള മൈനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ കാണാൻ കഴിയുക. അടിപൊളി വ്യൂ. അതുകൊള്ളാം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇങ്ങനെ ഒന്ന് നടന്ന് ഇങ്ങോട്ടങ്ങ് വരികയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് മലനിരകളും ആ റോഡ് അതൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്നത് അലക്സ് പറഞ്ഞ പോലെ സന്തൂറിൻ്റെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് അങ്ങ് ദൂരത്തായിട്ട് കാണാം. കുറച്ച് ദൂരെയായിട്ടാണ്. നമ്മളിനി അങ്ങനെ അങ്ങ് പോകും. ആ ഒരു വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോകണം. ഒരു മലയുടെ സൈഡിലൂടെ അല്ലേ അലക്സ് നമ്മളിങ്ങനെ പോകുന്നത് അല്ലേ? ഈ മല കണ്ടോ? ഈ മലയുടെ എതിർവശത്ത് അയൺ ഓർ മൈൻസ് ഉണ്ട്. ഓ ശരി. നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ. നമ്മൾ ഈ ആ റോഡിലൂടെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇടതും വലതുമായിട്ട് ഒരുപാട് റോഡുകൾ കാണാം. അത് നേരെ മൈനിലോട്ടാണ് ചെല്ലുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, അങ്ങോട്ട് കയറ്റിവിട്ടില്ല. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അലക്സ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമങ്ങളാണെങ്കിൽ ദൂരെ കാണുന്നത്, കുറേ വീടുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പിന്നെ ഇതാ അലക്സ് പറഞ്ഞാൽ ആ ഒരു പുഴ ഇങ്ങനെ സൈഡ് ചേർന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ഒരു താഴ്ഭാഗത്തായിട്ടൊരു ക്ഷേത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതാ നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലായിരുന്നോ? ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും അതല്ല, ഇതാണ് നല്ലത് എന്ന് നമ്മൾ തീരുമാനിക്കും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കർണാടകയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഹൃദ്യമാർന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഗാന്ധിജി പറഞ്ഞത് കറക്റ്റാണ്. സെപ്റ്റംബർ മാസമൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോഴും മോശമൊന്നുമല്ല, സെപ്റ്റംബർ മാസം വരികയാണെങ്കിൽ കുറച്ചുകൂടെ പച്ചപ്പൊക്കെ ആയിട്ട് എന്തായിരിക്കും ഭംഗി ആ സമയത്ത്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഇനി നമ്മുടെ ബാക്കി യാത്ര മുന്നോട്ട് തുടരാം. അലക്സേ, ഇനി അങ്ങോട്ടുള്ള യാത്ര വളരെ കഠിനമുണ്ട് അയ്യപ്പ. എന്റെ പൊന്നടാവേ, ഭയങ്കര പൊടി. ഭയങ്കര പൊടിയാ. എങ്ങനെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നു? ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് മറ്റേ മാസ്ക് വേണ്ട, ഒരു കുഴപ്പമില്ലാണ്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇത്രയും പൊടിയാണ് ഇവിടെ. അപ്പൊ ഇനി അങ്ങോട്ട് മൈനിങ്ങിന്റെ ഏരിയ ആണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും മൈനിങ്ങിന്റെ ഏരിയ തുടങ്ങുകയാണ്. ഈ മലനിര ഇത് ഓൾറെഡി അവിടെ കണ്ടില്ലേ, ഓൾറെഡി മണ്ണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു. അങ്ങോട്ടും ഉണ്ട്. ഈ കംപ്ലീറ്റ് മല ഒന്ന് NMDC, പിന്നെ സ്മിയോർ, പിന്നെ JSW, ഇങ്ങനെയുള്ള വൻ താപ്പാനകളുടെ കയ്യിൽ ഓൾറെഡി ആണ്. ഓ ശരി. അപ്പൊ അവരാണ് ഇവിടെ മൈനിങ് മെയിൻ ആയിട്ട് നടത്തുന്ന കീ പ്ലേയേഴ്സ് അവരാണല്ലേ? ഓക്കെ. ഈ പൊടിയിൽ നിന്നിട്ട് സംസാരിക്കുന്നതിനും ഭേദം പാടാണ്. ഇത്രയും പൊടി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പുറത്തിറക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വല്ലാത്ത പൊടിയായി. എന്തോരം വാഹനങ്ങൾ ഓടുന്നത്, അതും പൊടി വെച്ചിട്ടാണ് ഈ വാഹനങ്ങൾ ഓടുന്നത്. ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം. ഈ പൊടിക്കകത്ത് കുളിച്ചേ ഓരോ ദിവസം വരെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ഡ്രൈവർമാരെ മാത്രമോ, ഇവിടെയുള്ള ആളുകളുടെ അത് വേറെ കാര്യമാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ പാടായിരിക്കും. മൊത്തത്തിൽ ഈ ചെറിയ ചെറിയ കടകളൊക്കെ വരുന്ന വഴി കണ്ടല്ലോ. പിന്നെ ഗ്രാമങ്ങളില്ല, പോകുന്ന വഴിയിലൊക്കെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രാമങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടെ ആളുകൾ താമസിക്കും. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ മിയോറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിന്റെ മുകളിലാണ്. JSWന്റെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാ, തൊർണകല്ലു എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ നമ്മുടെ NMDCന്റെ ഡോണിമല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. അപ്പൊ അവര് വേറെ വേറെ സെക്ഷനിലാണ്. പക്ഷെ സ്മിയോറിന്റെ ആണ് ഏറ്റവും ടോപ്പിലാണ് ആ വഴിക്കാണ് പോകുന്നത്. ദേവഗിരി എന്ന് പറഞ്ഞിട്ട്, ദിയോഗിരി. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു വാഹനം ഇതിലെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പൊടിയിൽ കുളിക്കും എന്നുള്ളതാണ് സത്യം. അടുത്തൊരു വാഹനം വരുന്നുണ്ട്, അല്പം മാറി നിന്ന് ഇങ്ങോട്ട്. ഇനി വണ്ടി ഇടിച്ചിട്ട് അത് നോക്കണ്ട. മാന്യനായിട്ടൊരു വ്യക്തി വളരെ വേഗത കുറച്ച് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ, നമ്മുടെ ഉള്ള ഒരു സഹതാപം കാരണം അങ്ങനെ ചിലപ്പം വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ 3-4 വണ്ടി അടുപ്പിച്ച് വരുന്നുണ്ട്. എല്ലാം മൈനിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ? എല്ലാം മൈനിൽ നിന്ന് വരുന്ന. ഇത് കാലി വണ്ടിയാണ്. ഇത് നിറയാണല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നുണ്ട്. ഓ കയറിയാലോ? വണ്ടിക്ക് കയറാം. വണ്ടി ഭയങ്കര പൊടി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ അലർജി ഉള്ളതുകൊണ്ട് വലിയ പാടാ. ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇതാ വാഹനത്തിനകത്തേക്ക് കയറി കേട്ടോ. പൊടി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം പൊടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ റോട്ടിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോഡായിട്ടും ലോഡില്ലാതെയായിട്ടൊക്കെ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറി പായുന്നുണ്ട്. എന്തായാലും നമ്മളിനി മുന്നോട്ടുള്ള യാത്ര തുടരാൻ പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ പറയാനുള്ള കാരണം
നമുക്ക് മൈൻസിൻ്റെ അകത്തേക്കൊന്നും കയറാനായിട്ട് സാധിക്കില്ല വിത്തൗട്ട് പെർമിഷൻ. അറിയാലോ. എന്തായാലും പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഈ മൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം അല്ലേ? ഈ മൈൻസിന് ചെറിയൊരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അലക്സിന്റെ കാഴ്ചപ്പാടിൽ ചെറിയൊരു ചരിത്രമുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഇല്ലെങ്കിലും ഒരു ചരിത്രം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു മൈൻസ് രാവിലെ വന്നിട്ട് വൈകിട്ട് ഇത് കണ്ടുപിടിച്ച് ചെയ്തതായിരിക്കില്ല. ഇതിന് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളുണ്ടാവും. കാരണം ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇവിടെ ഇതിന് പറ്റിയ രീതിയിലുള്ള മണ്ണ് ഇവിടെ കിട്ടും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും അതിന്റെ ഒരു ചരിത്രം നമുക്ക് കേട്ടുകൊണ്ട് ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം. എന്താണ് മൈൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മൈൻസിന്റെ പ്രത്യേകത, ഇത് എങ്ങനെയാണ് ഇത് ആരംഭിച്ചത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അലക്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അലക്സേ, അപ്പൊ പറഞ്ഞു തുടങ്ങിക്കോളൂ, നമ്മുടെ യാത്ര തുടരുകയാണല്ലോ. ഈ സണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, NMDCയും JSW അല്ലെങ്കിൽ സ്മിയോർ തുടങ്ങിയ ആളുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഖനി ഉടമകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു ചരിത്രം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് 1904-ലാണ്. 1904 ഒരു ബെൽജിയം കമ്പനിക്കാണ് അന്നത്തെ രാജാവായിരുന്ന ഈ സണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു കോർപ്പഡെ ഫാമിലിയുടെ നാട്ടുരാജ്യമായിരുന്നു. അപ്പൊ അതിന്റെ രാജാവാണ് YR കോർപ്പഡെ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് ഒരു ബെൽജിയം കമ്പനിക്ക് 20 വർഷത്തേക്ക് ലീസിന് കൊടുത്തതാണ് ആദ്യത്തെ മൈനിങ് സംരംഭം എന്ന് പറയുന്നത് ഈ സണ്ടൂരിൽ. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി. ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഈ പറയുന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ ലയിച്ചു. അതിനുശേഷം ഈ കമ്പനി ഈ അവിടെ പ്രൈവറ്റ് ആയിട്ട് മൈനിങ് നടത്തി പോന്നു. കാരണം ഈ ബെൽജിയം കമ്പനി തിരികെ പോയി. അപ്പം അന്നുണ്ടായിരുന്ന ഇവിടുത്തെ രാജാവ് തന്നെ ആയിരിക്കും ഇവിടെ പ്രൈവറ്റ് ആയിട്ട് മൈനിങ് നടത്തി. ഈ കമ്പനി 1964 പൊതുമേഖലാ സ്ഥാപനമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സ്മിയോർ എന്ന് പറയുന്ന സണ്ടൂർ മാംഗനീസ് അയൺ ഓർ എന്ന് പറയുന്ന കമ്പനി നിലവിൽ വരുന്നത്. ഒരു ചരിത്രം. പിന്നീട് ഒരുപാട് ഇതിനെ കൂടാണ്ട് വേറെയും കമ്പനികൾ വന്നു. അതിനകത്തൊന്നാണ് JSW, ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ് എന്ന് പറയുന്ന കമ്പനി. രണ്ടാമത്തത് NMDC തന്നെ നേരിട്ട്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അവരും ഈ പറയുന്ന പോലെ സണ്ടൂരിലോട്ട് വന്നു. ഇവർ ഈ 3 കമ്പനികൾ ഇവിടെ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ ഇരുമ്പയിരിന്റെ ധാരാളമായിട്ടുള്ള നിക്ഷേപം. ഇത് സണ്ടൂര് മാത്രമല്ല, ഈ ധാർവാർ, ബെല്ലാരി, സണ്ടൂർ റീജിയണില് ഏറ്റവും ക്വാളിറ്റിയുള്ള ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഓറുകൾ, അയണിന്റെ ഓറുകൾ ലഭ്യമാണ്. ഇതാണ് മെയിനായിട്ട് ഇങ്ങോട്ട് ഈ പറയുന്ന വലിയ കമ്പനികളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇപ്പോഴിതിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗോർപ്പഡെ രാജവംശത്തിലെ, ഇപ്പോഴത് സാങ്കല്പികമായ ഒരു പദവി മാത്രമേ ഉള്ളൂ. ഇതിനൊരു ഔദ്യോഗിക ബഹുമതിയൊന്നുമല്ല. അപ്പൊ ഇന്നത്തെ നാട്ടുരാജ്യത്തിലെ ഇപ്പോഴത്തെ അവകാശിയാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ തലവനായിട്ടിരിക്കുന്നത്. ഇതിപ്പോ മൂന്നാമത്തെ തലമുറയാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എനിക്ക് തോന്നുന്നു ആസ്ഥാനം ബോംബെയിലാണ്, മുംബൈയിലാണ്. പക്ഷെ മൈനിങ് കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ സ്മിയോറിന് ഇവിടെ മാത്രമായിരിക്കും പ്രധാന പ്ലാന്റ് പറയാനുള്ളത്. കാരണം അത് സണ്ടൂർ മാംഗനീസ് അയൺ ഓർ ആണ്. JSWനും NMDCക്കും വേറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആദ്യകാലങ്ങളിൽ മിക്കവാറും ചെറിയ രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ അവർ തുടങ്ങിയിരുന്നത് അല്ലേ? പിന്നീടായിരിക്കും എന്തായാലും ഇത്രയും ബൃഹത്തായിട്ട് അവര് സ്ഥാപിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വളരെ നിസ്സാരമായ ഒരു കാര്യമുള്ളൂ. ഇപ്പൊ പോകുമ്പോ നമ്മൾ നോക്കി ഈ ഇടതുവശത്ത് കാണുന്ന കുമാരസ്വാമി, ഈ മൈനിങ് കോർപ്പറേഷൻ, ഇതൊക്കെ സ്മിയോറിന്റെ കീഴിലുള്ളതാണ്. അതിന് സബുണ്ടോ? അത് മൈനിന്റെ പേരാണ് കുമാരസ്വാമി എന്നുള്ളത്. സബല്ല, കുമാരസ്വാമി മൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ സ്മിയോറിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അന്നേരം ഇതൊരു വലിയ സംരംഭം ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ കാണുന്ന NMDCക്കോ ഇല്ലെങ്കിൽ JSWനോ ഇവിടെ മൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും കിട്ടില്ല. അപ്പം അന്നത് ഒരു പ്രദേശം മാത്രം അവർ കൈയടക്കി. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന JSWയും NMDC പോലുള്ള വലിയ വലിയ കമ്പനികൾ ഇങ്ങോട്ട് വരികയും ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ നേരത്തെ വരുന്ന ടൗൺ കണ്ടാൽ അറിയാം, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ കണ്ടിരുന്നു. ടൗൺ പാസ് ചെയ്തിട്ടാണ് വന്നത്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ടൗണൊക്കെ കാണാം പറ്റും. സണ്ടൂരാണ് സണ്ടൂർ ടൗണിലേക്ക് സണ്ടൂർ എന്ന് പറഞ്ഞാൽ 2 മലകൾക്കിടയിലുള്ള സ്ഥലം. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ കാണാം. ഇപ്പൊ നമ്മൾ ഇതിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണല്ലോ.
പോകുന്ന വഴി തന്നെ കണ്ടോ വളരെ എന്താ പറയാ ഒരു ചുവപ്പ് കളറാണ് മുഴുവനും അല്ലെ? മുഴുവൻ ചുവന്ന് തുടുത്തിരിക്കുകയാണ്. അതാണ് ഈ ചുവപ്പ് പൊടിക്കാത്തൂടെ വേണം നമുക്ക് കടന്നു പോകാനായിട്ട്. ഏതാണ്ട് 10-30 കിലോമീറ്റർ ഇനി നമുക്ക് 30 കിലോമീറ്റർ ഉണ്ട്. അത് മാത്രമല്ല ഈ വലിയ മൈനിങ് വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ റോഡ് പല സ്ഥലത്തും തല്ലിപ്പൊളിയാണ്. കാറ് അലക്സിന്റെ കാറിന്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമാവും. അടി തട്ടുന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പാണ്. അല്ല എന്റെ വണ്ടിക്ക് വരായിരുന്നു. എന്റെ വണ്ടി ചെറിയ മെയിന്റനൻസ് വർക്കൊക്കെ ആയിട്ടേ സർവീസിന് കൊടുത്തിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ തവണ ഒന്ന് ജിംനിയില്ല, അപ്പൊ അന്നേരം ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒന്നും അറിയാതെ പോയി. അല്ല ഒന്നും അറിയാണ്ട് പോയി. ഇന്നിപ്പോ എനിക്ക് ലേശം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അടിതട്ടാണ്ട് പോകാൻ ശ്രമിക്കാം. പതുക്കെ പോകാം. ധൃതി കണ്ടല്ലോ. ലോറിക്കാര് മാത്രം പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഹോൺ അടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ശീലം എല്ലായിടത്തും അറിയാം. അവര് ഈ കംപ്ലീറ്റ് ലോഡുമായിട്ട് വരുമ്പോ വല്ലാത്ത വേഗതയിലാ വരിക. അത് ചിലപ്പോ നമുക്ക് ഒരു ഇറിറ്റേഷൻ മാത്രല്ല പേടിയും ശരിയാ. അതിന്റെ ഒരു സൈസ് നല്ല സൈസില്ല. നമ്മുടെ വാഹനം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കാറായിട്ടൊക്കെ ഇതിലെ പോകുന്നത്. ബാക്കി എല്ലാരും കാണുന്നില്ലേ ബൈക്കാണ് ബൈക്ക്, പിന്നെ ബൊലോറോ, ഹെവി ബൊലേറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കമ്പനി വാഹനമാണ്. അല്ല എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ഇതിലൂടെയുള്ള യാത്ര അസഹനീയമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ബൈക്കിലൊക്കെ പോകുന്നവരെ ഞാൻ സമ്മതിച്ചേട്ടോ. നമ്മളവിടെ ഒന്ന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു സാഹചര്യം മനസ്സിലായില്ലേ? എന്താ ഒരു അവസ്ഥ അല്ലേ? എന്തൊരു പൊടിയാണ് അവിടെ. എന്റെ അമ്മോ, ചുമച്ചൊരു പരുവാവും. ശ്വാസമുട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആസ്മറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പൊടി ഭയങ്കര അലർജിയാണല്ലോ. എന്തായാലും നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലൊക്കെ അലക്സ് പറഞ്ഞ പോലെ പല കമ്പനികളുടെ ബോർഡുകൾ കാണാം. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അവിടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തേക്ക് കണ്ടോ, ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കുറെ കടകൾ, ചെറിയ രീതിയിലൊക്കെ കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് മുട്ടിനൊക്കെ ആയിട്ട് കുറെ കടകളുണ്ട്. എനിക്ക് തോന്നുന്നു ലോറിക്കാരുടെ ചായ കുടിക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. അവരെങ്ങനെ ചായ കുടിക്കുന്നു എന്നുള്ളത് ചോദിക്കരുത്. ആ പൊടിക്കകത്തൊക്കെ നിന്ന് അവരെങ്ങനെയൊക്കെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കണ്ടോ നല്ല മുഷിഞ്ഞൊക്കെയാണ് ഈ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ. പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഒരു മാർഗ്ഗമില്ല. അത്രയും പൊടിക്കകത്തോടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും സഞ്ചരിക്കുന്നതൊക്കെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ. കുറച്ചുകൂടിയൊക്കെ മുകളിലേക്ക് എത്തുമ്പോഴത്തേനും അലക്സ് പറയുന്നത് മൈനിങ്ങിൻ്റെ പ്രധാന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്ക്. എത്ര ദൂരം കാണും ഇതിൻ്റെ ടോപ്പിലൊക്കെ എത്താനായിട്ട് അലക്സേ? ഒരു 10-20 കിലോമീറ്റർ എന്തായാലും എടുക്കും. എന്തായാലും ഉണ്ടല്ലേ. ഈ കയറ്റം മുഴുവൻ കയറി കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തും. അതവിടെ ഒരു ചെറിയ ഒരു ടൗൺ പോലെ. കുറച്ച് ആളുകൾ, ഈ സ്മിയോർ കമ്പനിയുടെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ ആദ്യമേ വന്നുകൊണ്ട് അവർ ആദ്യം തന്നെ അവിടെ കൈവശപ്പെടുത്തി. ബാക്കിയുള്ളവർക്ക് വേറെ സ്ഥലങ്ങളും. JSW ഇവിടെ ഒന്നുമില്ല. JSW ഇവിടുന്ന് മാറിയിട്ട് തുറന്നകല്ലു എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ ഇപ്പത്തെ പേര് വിജയനഗർ എന്നാണ്. അപ്പം അതിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രസ്ഥാനമാണ് അവർക്കുള്ളത്. അതെ, NMDCക്ക് ഈ നമ്മൾ ഈ മല കയറി ഏറ്റവും ടോപ്പിൽ ചെന്ന് പിന്നെ ഇറങ്ങുമ്പോ അതിന്റെ അടിവാരത്ത് NMDCക്ക് ഒരു ടൗൺഷിപ്പും ഡോണിമല എന്ന് പറഞ്ഞു വേറൊരു മലയുടെ. അപ്പൊ അവിടെ നിന്നാണ് ഈ പറയുന്ന ഇരുമ്പ് അയിര് വേർതിരിച്ച് എടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന പൈപ്പ് കണ്ടില്ലേ, ഈ പൈപ്പ് ആക്ച്വലി ഈ JSW-നും സ്മിയോറിനും അങ്ങനെയില്ല. JSW-നും NMDCക്കും ഈ സ്ലറി ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് ഓറ് ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ട് ഇത് പൊടിക്കും, ക്രഷ് ചെയ്യും. ക്രഷ് ചെയ്ത ശേഷം പൊടിയാക്കിയിട്ട് പൗഡർ രൂപത്തിലാക്കി മുകളിൽ തന്നെ ഉണ്ട്. ഈ പൗഡർ ആക്കിയിട്ട് ഈ പൗഡർ വെള്ളം കലർത്തിയിട്ട് താഴോട്ട് ഒഴുക്കി വിടും എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞപ്പം കുമാരസ്വാമി മൈനിലാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എക്കോ ഫ്രണ്ട്ലി മൈൻ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ മൈനിൽ നിന്ന് ഇൻസ്റ്റെഡ് ഓഫ് എന്താ പറയാ ലോറി ഉപയോഗിക്കാതെ അവര് സ്ലറി ആക്കിയിട്ട് ഈ പറയുന്ന വലിയ പൈപ്പിലൂടെ കടത്തിവിട്ട് താഴെ 20-25 കിലോമീറ്റർ അകലെയുള്ള JSW-ലെ സ്റ്റീൽ പ്ലാന്റിൽ എത്തിക്കുകയാണ്. അതെ, അതിന്റെ പൈപ്പുകൾ എന്നാ നീളമല്ലേ? നീളമുണ്ട്, ഭയങ്കര നീളത്തിലാണ്. എത്രയോ ദൂരമാണ്. പല സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പൈപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, കുതിരമുകില് 2006 കുതിരമുഖ് അയൺ ഓർ ലിമിറ്റഡ് പൂട്ടിപ്പോയി. പക്ഷെ അവിടെ നിന്ന് മംഗലാപുരം പോർട്ട് വരെ ഏതാണ്ട് 67 കിലോമീറ്ററോളം നീളമുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലുതായിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പൈപ്പ് ലൈനുകളിൽ ഒന്നാണ്. കാരണം ഒന്നാമത്തത് കുതിരമുഖ് പോയിട്ടുള്ളവർക്ക് അറിയാം, ശൃംഗേരി ചുരം കയറി അത് കയറി വരുമ്പോഴേക്കും നല്ല പാടാ.
അപ്പൊ അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് നിയർലി അസാധ്യമായ ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടുള്ളതാണ്. റോഡും ഈ ചുരമാണെങ്കിലും വളരെ ചെറിയ ചുരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ലറി ആക്കിയിട്ട് ഇതേ മെത്തേഡിലൂടെയായിരുന്നു ആദ്യം പ്രോസസ് ചെയ്തിട്ട് സ്ലറി ആക്കിയിട്ട് ഈ പറയുന്ന പൈപ്പിലൂടെ മംഗലാപുരം പോർട്ടിലെത്തിക്കും. അവിടെ നിന്ന് ഇത് പെല്ലറ്റ് ആക്കിയിട്ട് ആണ് ഇത് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഇതേ സെയിം പ്രൊസീജിയർ ഇവിടെ ഇവര് മലയുടെ മുകളിൽ നിന്ന് സ്ലറി ആക്കിയിട്ട് താഴെ കൊണ്ടുവരും. അവിടെ നിന്ന് പെല്ലറ്റ് ആക്കിയിട്ട് ഒന്നെങ്കിൽ അവരത് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഷീറ്റ്സ് ആക്കിയിട്ട് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദൂരം ഇത്രയും കിലോമീറ്ററുകളോളം ഈ ഒരു പൈപ്പ് അങ്ങനെ അങ്ങ് നീണ്ടു പോവുകയാണ്. അപ്പൊ അതിനകത്ത് കൂടെ ഈ ഒരു സാധനം മുഴുവൻ കടത്തിക്കൊണ്ട് പോയിട്ട് ആ ഒരു പ്ലാന്റിൽ വെച്ചിട്ട് അവരത് ഉൽപ്പാദിപ്പിക്കുകയാണല്ലോ. അത് അതിനുശേഷം സ്ലറിയിൽ നിന്ന് അവര് പൗഡർ എടുത്ത ശേഷം പിന്നെ ഈ വാട്ടർ റീറ്റെയിൻ ചെയ്ത് ഒന്നെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് തിരിച്ച് മലയിൽ എത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കും. അതിനാണ് ഈ പൈപ്പ് ലൈൻ കാണിക്കുന്നത്. ഞാൻ ആദ്യം ആലോചിച്ചു, അതിനകത്ത് നോക്കി ശ്രദ്ധിച്ചു നോക്കിയ 2 പൈപ്പ് ഉണ്ട്, ഒന്ന് മുകളിലൊന്ന് താഴെ. ഒരു പൈപ്പ് ഈ സ്ലറി കലർന്നത് എന്ന് പറഞ്ഞാൽ വിത്ത് വാട്ടർ ഈ അയൺ ഓർ വരാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ തിരിച്ച് വാട്ടർ തിരിച്ച് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടും. ഓ ശരി ശരി ശരി. എന്തൊരു സൗണ്ടാന്ന് അറിയോ, നമ്മളവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടയ്ക്ക് വാഹനം നിർത്തിയല്ലോ, ഒരു പ്രദേശത്ത് നിന്ന് അത് പുഷ് ചെയ്യുമ്പോ ആ സമയത്ത് നല്ല സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുന്നത്. നല്ല സൗണ്ട് അതുകൊണ്ടാണ്. നമ്മൾ ആ വാഹനം ഒരിടത്ത് ഇങ്ങനെ നിർത്തിയപ്പോഴത്തേന് അതിന്റെ സൗണ്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു എവിടുന്ന ഇത്രയും വലിയ സൗണ്ട് വരുന്നത്. അപ്പൊ അലക്സ് പറഞ്ഞത് ആ പൈപ്പ് കൂടെ പോകുന്നത്. എന്തായാലും ഇതിങ്ങനത്തെ ഓരോ കാഴ്ചകളും അറിവുകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് അറിയുന്നത് പോലും അലക്സ് മുഖാന്തരമാണ് കേട്ടോ. നമ്മൾ കർണാടകയിൽ വന്ന് കുറച്ച് ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിന്ന് 150 കിലോമീറ്റർ അല്ലേ, 120 കിലോമീറ്റർ അപ്പുറത്തായിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും, അതായത് ഈ ഒരു സണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പോകുന്നതാണ്. രാവിലെ പുറപ്പെട്ടതാണ്. കാരണം രാവിലെ വന്നെങ്കിൽ മാത്രമേ ഈ ലോറിയൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. കാരണം വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ചൂടിന് മുന്നെയാണ്. ഉച്ച സമയത്തൊന്നും ചിലപ്പം എന്താ പറയുക, ഈ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ഓടണം എന്ന് നിർബന്ധമില്ല. എന്തായാലും ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാനും അല്ലെങ്കിൽ ഇതിലൂടെ ആ യാത്ര ചെയ്ത് പോകാനൊക്കെ സാധിച്ചിരിക്കുകയാണ്, ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. എന്തായാലും മൊത്തത്തിൽ പൊടിയിൽ കുളിച്ചൊരു യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മൈൻസിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മൈനസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തു കൂടി യാത്ര ചെയ്യുന്നത്. നമ്മൾ KGF-ലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും മൈനസ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും കടത്തിവിടില്ല. ഇപ്പോൾ എന്തായാലും ചെറിയ ഒരു രീതിയിലാണെങ്കിലും ഇതിലൂടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗത്തിലാണ് നമ്മളും കടന്നു പോകുന്നത്. പല സ്ഥലങ്ങളിലും ചെക്ക് പോസ്റ്റും കാര്യങ്ങളുമുണ്ട്. അവിടെ ചിലപ്പോൾ ചോദിക്കാം നമ്മളോട് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നു. അലക്സ് പറഞ്ഞു ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ്, സ്കൂളിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം കടത്തി വിടുകയാണ് ചെയ്തത്. പുറത്തുനിന്നൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ കടത്തി വിടുക എന്നുള്ളത് നമുക്കറിയില്ല. അലക്സ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് കടന്നു പോരാനായിട്ട് സാധിച്ചു. പല സ്ഥലങ്ങളിലും ചെക്ക് പോയിന്റുകളുണ്ട്. ഇനി ചോദിക്കില്ലായിരിക്കും അല്ലേ? ചോദിക്കില്ലായിരിക്കും, ഒരു പ്രതീക്ഷ. ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ ചില സമയത്താണ് ചോദിക്കുക. ഇതിങ്ങനെ വളഞ്ഞു കിടക്കുകയാണല്ലേ. ഒരു മലയുടെ സൈഡിൽ കൂടെ അല്ലേ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു സാധാ ഒരു മല, ആ മലയുടെ ഒരു ചെരുവിൽ കൂടെ കയറുന്നു, ഏറ്റവും ടോപ്പിലെത്തുന്നു, അതിനുശേഷം നമ്മൾ ഇറങ്ങുന്നു. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് ഏത് ഭാഗത്തേക്കാണ് പിന്നെ? അത് സണ്ടൂരിന്റെ മറുഭാഗത്തോട്ട്. ഡോണിമല എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ. അവിടെ ഈ പറയുന്ന ഗ്രാമങ്ങളൊക്കെ ഉണ്ട് വേറെ ഉണ്ട്. ഡോണിമല അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോണിമലയിലെ NMDCയുടെ മൈനിങ് ഖനികളുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വീടുകള്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അതൊരു ടൗൺഷിപ്പ് അതിന്റെ ഉള്ളിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് അനുമതി കിട്ടുമെന്ന് അറിയില്ല. അപ്പം JSWന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, സ്മിയോറിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് പാസ് ബൈ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇങ്ങനെ അങ്ങ് പോവാണല്ലോ, പോകുന്ന വഴിയിൽ നിങ്ങൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ ഒരു ഗ്രാമത്തിലേക്കൊക്കെ നമ്മൾ ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. ചില ഗ്രാമങ്ങളൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പോകുന്ന വഴിയിലൊക്കെ കുറെ വീടുകളുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കണമെങ്കിൽ ഈ താഴേക്ക് തന്നെ വരണ്ടേ, ഈ സണ്ടൂർ ഭാഗത്തേക്ക് വരണ്ടേ? ഈ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ അതിനകത്ത്? സ്കൂള് അങ്ങനെയൊക്കെ ഉണ്ടോ? സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. സ്മിയോറിന്റെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഈ പറയുന്ന സ്കൂളുണ്ട്, അത്യാവശ്യം ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്.
അങ്ങനത്തെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഓ ശരി ശരി. അത് കഴിഞ്ഞാണ് പോയപ്പോ ഞാൻ കണ്ടിരുന്നു. NMDCയുടെ പ്ലാന്റിൽ ഡോണിമലയില്, അത് സണ്ടൂർ ടൗണിനോട് കുറച്ചുകൂടെ അടുത്താണ്, പക്ഷെ അതൊരു ടൗൺഷിപ്പ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ മിക്കവാറും സ്കൂളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. JSWന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. അത് ഒന്നാമതൊരു ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത് അതിന്റെ ഉള്ളിൽ തന്നെ എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് JSW തന്നെ ഒരുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSR ഫണ്ടായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടും ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഒക്കെ ആയിട്ട് അവര് തന്നെ കൊടുക്കുന്നുണ്ട്. ശരി ശരി. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും? നമുക്ക് പോവാം, ആ ടൗണിലേക്ക് പോകാം. ടൗണിലോട്ട് പോവാം. അപ്പൊ അതായത് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ആ ഒരു ടൗണിലേക്ക് പോകാൻ. ചെന്നിട്ട് നമ്മള് ബെല്ലാരിക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്താൽ മതി. ആ റൂട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ആ റൂട്ടിലാണ് നമുക്ക് ഈ പറയുന്ന JSWന്റെ വിജയനഗരം. എന്താ? വിജയനഗർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാ നമ്മളങ്ങനെ മുന്നോട്ടുള്ള യാത്ര പിന്നെയും തുടരുന്നു. എന്തായാലും പൊടി തന്നെ പൊടി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ഗ്ലാസ് അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ എന്റെ മോനെ ചുവപ്പ് കളറിൽ നല്ല കുളിച്ചിറങ്ങാം. അമ്മാതിരി പൊടിയാ. എന്ത് ലോറി ഇതിലെ പോകുന്നല്ലേ, അടിങ്ങി 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 പോവാ. ഇത്രമാത്രം ലോറി എന്റെ ജീവിതത്തിൽ അടുപ്പിച്ച് കാണുന്നത് ഇവിടെ എത്തിപ്പെടാട്ടോ. എന്തുമാത്രം ലോറി കാണും അല്ലേ? ഞാനത് ആലോചിക്കുന്നത്. എല്ലാം കോൺട്രാക്ട് ആയിരിക്കും അല്ലേ? കോൺട്രാക്ട് ആയിരിക്കും കൂടുതൽ. ഓക്കെ. അല്ലാതെ ഇവര് സ്വന്തമായിട്ട് ലോറി വാങ്ങിച്ചിടുന്ന കാര്യം ഇവർക്കില്ലല്ലോ. അതെന്തായാലും ഉണ്ടാവില്ല. കോൺട്രാക്ട് ലോറീസ് ആയിരിക്കും. കോൺട്രാക്ട് ലോറി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ്സും ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളത് വലിയൊരു ഇതാണ്. കമ്പനി സ്റ്റാഫ് ആകുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. JSWന്റെ സ്റ്റാഫ് ആണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവും. NMDCന്റെ സ്റ്റാഫ് ആണെങ്കിൽ അതിനനുസരിച്ച് ആനുകൂല്യവും ഫെസിലിറ്റീസും ഉണ്ടാവും. തീർച്ചയായും. ഈ സ്മിയോറിന്റെ ആണെങ്കിലും അതേ ഇത് തന്നെ. പക്ഷെ കോൺട്രാക്ട് എടുത്ത് വാഹനം ഓടിക്കാൻ അതിനു വേണ്ടി വരുന്ന ആളുകൾ, ദിവസക്കൂലിക്ക് വരുന്ന ഡെയിലി ലേബേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഈ പൊടിയും ഈ പറയുന്ന പണിയെടുക്കുന്ന മുഴുവൻ അവരായിരിക്കും. പ്രാഥമിക ഘട്ടം മുഴുവൻ ചെയ്യുന്നവരാണല്ലോ. എല്ലാ ഖനികളിലും ഇത് തന്നെ അവസ്ഥ. അതെ 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 അതെ. അതാണ് ഒരു ഏക സങ്കടം. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ കുടിവെള്ളത്തെ സംബന്ധിച്ചാണ് കേട്ടോ. കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശത്ത്. കുടിവെള്ളത്തെക്കുറിച്ച് ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കുടിവെള്ളം കിട്ടാനായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. വേനൽക്കാല സമയങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളം കിട്ടണമെന്ന് നിർബന്ധമില്ല. ലോറി എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയങ്ങളിൽ മാത്രമേ ഇവർക്ക് കുടിവെള്ളം കിട്ടുകയുള്ളൂ. കുടിവെള്ളം മാത്രമല്ല, മറ്റ് ഉപയോഗങ്ങൾക്കാണെങ്കിൽ പോലും വെള്ളം കിട്ടണമെങ്കിൽ ലോറി വരണം. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഈ ഖനികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്ഫോടനങ്ങളൊക്കെ നടക്കും. അതായത് ഇപ്പോൾ പാറ പൊട്ടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പാറ പൊട്ടിക്കുകയും ഇവിടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ വിള്ളലുകൾ വീഴുന്നുണ്ട്. അപ്പം അങ്ങനെ വീടുകൾക്കും ചെറിയ രീതിയിലൊക്കെ നാശങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. മൊത്തത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ താമസിച്ച് ഇവിടെ ജനിച്ച് വളർന്ന ഒരുപാട് ആൾക്കാർ ഈ ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്ത് ജോലി കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മിക്കവരും ഡ്രൈവേഴ്സാണ്. നമുക്ക് കാണാം ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്, ലോറികൾ. അപ്പോൾ മിക്ക ആൾക്കാരും ഡ്രൈവേഴ്സാണ്. അവർ ഈ മലകളിലുള്ള ഗ്രാമങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോയി വരാനൊക്കെ ഇതാണ് എളുപ്പം. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടൊക്കെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഡ്രോൺ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. ക്യാമറ ആയിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. വെറുതെ ഒരു ഡ്രൈവ് ചെയ്ത മല കയറി അങ്ങോട്ട് ഇറങ്ങാനേ പറ്റുള്ളൂ അല്ലേ അലക്സേ? ഈ ചുവന്ന പർവ്വതാനെ വിളിച്ച റോട്ടിൽ കൂടെ പോയി ഒന്ന് ഇറങ്ങി വരാം. അത്രേ പറ്റുള്ളൂ. ഒരു ഏരിയൽ വ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ ഒരു സ്ഥലത്തിന്റെ ആ ഒരു മൈനിങ്ങുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കൂടുതലും നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇതിന്റെ അപ്പുറത്തൊരു ഗ്രാമം ഉണ്ടെന്നാണ് അലക്സ് പറയുന്നത്. ഉണ്ടോ അലക്സേ? ഇനിയൊരു ഗ്രാമമുണ്ട്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അതോടെ തീരുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഡോണിമല NMDC. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പഴയ മെയിൻ റോഡിലോട്ട് കയറുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി നേരെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി നേരെ താഴേക്ക് പോകുന്നു. ചുരം എന്ന് പറയാനില്ല, ഒരു ചെറിയൊരു മല ഇറങ്ങി നേരെ താഴേക്ക് പോകുന്ന വഴിയിലെ മറ്റു കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനോടകം നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പറ്റുകയുള്ളൂ. കാരണം പറഞ്ഞല്ലോ, നമുക്ക് അത്രയും അനുമതിയൊക്കെ മേടിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഇവിടെ തന്നെ വന്ന് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ മൈനിങ് ഒക്കെ നടക്കുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കാണാം കുറേ ഭാഗങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. ചോളമാണ് അവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? ചോളമുണ്ട്, തൊഗരിയുണ്ട്, തോരപ്പരിപ്പ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിൽ പെടുന്നത് ചോളം തന്നെയാണ്. അതിന്റെ കളർ ആയതുകൊണ്ടായിരിക്കും.
എന്തായാലും ഹൈറ്റും ഉണ്ടല്ലോ. ഹൈറ്റും ഉണ്ട്, അത് ശരിയാ. മറ്റേതിനത്രയും ഹൈറ്റ് ഇല്ല, അതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിങ്ങനെ താഴേക്കുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ കൂടെ കയറി ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു സൈഡിൽ നിന്ന് കയറി ഒരു മലയുടെ മുകളിലെത്തി മറു സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 വീടുകളൊക്കെ കാണാം. പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് കയറാം. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ, എന്താ പറയുക, ഒരു കൂട്ടമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. കാരണം ഇത്രയും ദൂരത്തായിട്ട് വിശാലമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന കൃഷിയിടമാണ് കാണുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും 1-2 വീടുകളൊക്കെ കാണാനായിട്ട് സാധ്യതയുള്ളൂ. ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ തന്നെ ആയിരിക്കണം ഈ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ കൃഷി എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ആ മൈനിങ്ങിൻ്റെ ആ ഭാഗത്തു നിന്ന് മലയൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. വരുന്ന സമയത്ത് മനോഹരമായ കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ചോളം തന്നെയാണ്. പിന്നെ മറ്റു കൃഷികളും ചെറിയ രീതിയിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ചോളം തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുൻവശത്താണ്. ഒരു ചെറിയ വീടാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കുറേ ആടുകളെ അവർ വളർത്തുന്നുണ്ട്, പശുക്കളെ വളർത്തുന്നുണ്ട്, പിന്നെ കോഴികൾ, നായ്ക്കൾ, ഇതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ചെറിയ വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവരുടെ കൃഷിസ്ഥലങ്ങളാണ് ഇതിന് ചുറ്റും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തൊക്കെ കാണുന്ന ചോളം കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഈ കുടുംബക്കാരാണ് കേട്ടോ. അവരാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 ഏക്കർ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. അത്രയും വിശാലമായിട്ടാണ് അവർ കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ മൈനിങ്ങിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവരോടും ചോദിച്ചു നോക്കി, എങ്ങനെയുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്ര ബുദ്ധിമുട്ടില്ല. കാരണം അത് വേറൊരു ഭാഗത്താണ്. നമ്മൾക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണാം അധികം അങ്ങനെ ഇവിടെ ഡസ്റ്റ് ആയിട്ടില്ല, പൊടിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര ഒരു ശല്യം കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണഗതിയിൽ അറിയാലോ, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പം നമ്മുടെ വീടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പൊതുവേ ബുദ്ധിമുട്ടാണ്. നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹൈവേയുടെ ഒക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. കാരണം ഈ വാഹനം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ശരിക്കും ഒരു അരോചകത്വമാണ്. എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൃഷിസ്ഥലത്ത് ഈ ഒരു വീട്ടിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നിലവിൽ എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി തന്നെയാണ്. എത്ര മനോഹരമായൊരു കാഴ്ചയാണെന്നറിയോ. മലയുടെ താഴ്വാരത്തായിട്ട് ഇങ്ങനെ ചെരിഞ്ഞെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രെയിം നമുക്ക് അങ്ങ് ഡ്രോണിലൊക്കെ കാണുമ്പോഴത്തേനും എന്ത് ഭംഗിയാണെന്നറിയോ. ആ ഒരു ആകാശ ദൃശ്യം കാണുമ്പോഴത്തേനും വളരെ ഭംഗിയാർന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതാണ് ഞാൻ പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യാത്രകൾ ചെയ്യും തോറും. ഇവിടെ ഒരു ചേച്ചിയും ഒരു അമ്മയുണ്ട്. അവർ രണ്ടുപേരും നമ്മളോട് സംസാരിക്കുകയുണ്ടായി. കുറച്ചൊക്കെ കന്നഡ അറിയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ നമ്മോടൊപ്പം മാഷുണ്ടായിരുന്നുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കില്ല. എന്തായാലും നെറ്റ്വർക്കും കുറവാണ്. അതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്ക് അത്ര രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മലയിറങ്ങി താഴേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും. അങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അലക്സ് 1-2 ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് അവിടെയും കൂടെ പോയിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നേരെ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അങ്ങനെ അലക്സ് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അലക്സേ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നേക്കാളും നല്ലത് ഡ്രോണിൽ കണ്ടു കഴിയുമ്പോൾ ഒരു ആകാശ ദൃശ്യം അല്ലേ, അതാണ് ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഞങ്ങൾ വാഹനം നിർത്തി 1-2 ഡ്രോൺ ഷോട്ട് എടുത്തു. അലക്സ് പറഞ്ഞു ഇവിടെ ഡ്രോൺ പറത്തിയാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രോൺ പതുക്കെ നമ്മൾ മുകളിലേക്ക് ഉയർത്തി ആ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കേട്ടോ. മാത്രമല്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഇതിനോടകം ചേർക്കാനുണ്ട്. നമ്മൾ ഡ്രോൺ പറത്തിയപ്പോഴത്തേനും അതിനോട് ചേർന്ന് റെയിൽവേ ലൈനും പിന്നെ ഒരു എന്താ പറയുക ഒരു പൈപ്പ് ലൈനും പോകുന്നുണ്ടല്ലോ, അതെന്താണ്? റെയിൽവേ ലൈന് ഈ തൊട്ടടുത്തൊരു JSWന്റെ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീല് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനാണ്. അല്ലെങ്കിൽ അയൺ ഓറിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലൈനാണ് ട്രെയിനിന്റെ ലൈൻ. ഓക്കെ. പക്ഷെ നല്ല ഭംഗിയാണ്. അതിങ്ങനെ മലയുടെ ഓരത്തൂടെ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് നേരമായിട്ടുണ്ടല്ലോ, കുറേ ദൂരത്തുണ്ടത്. കുറേ ദൂരത്തിൽ നമ്മൾ രാവിലെ മുതലേ സഞ്ചരിക്കുമ്പോൾ അങ്ങനത്തെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ മുകളിലൂടെ കടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കണ്ടപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. പിന്നെ മാത്രമല്ല ഇപ്പം അലക്സ് പറഞ്ഞ പോലെ ആ ഒരു റെയിൽവേ ലൈന് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഒരു മൈനിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഇവിടെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, ഒരു എയർപോർട്ടും ഉണ്ട്. എയർപോർട്ടും ഉണ്ട്. പ്രൈവറ്റ് എയർപോർട്ടാണ്. ജിൻഡാളിന്റെ ക്യാമ്പസിന്റെ ഉള്ളിൽ, അതായത് അവരുടെ ടൗൺഷിപ്പിന്റെ ഉള്ളിൽ അവർക്ക് മാത്രമുള്ളായിരിക്കും അല്ലേ? ഇമ്പോർട്ടന്റ് ആളുകൾ വരുമ്പോഴും ഇല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് വിജയനഗർ എയർപോർട്ട്
എന്നറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ എയർ സ്ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു സണ്ടൂറിലെ വിശേഷങ്ങൾ. സണ്ടൂറിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി യാത്ര തുടരാം. എന്തായാലും മനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എന്താ പറയുക, ആ ഒരു മലനിരകളും പ്രത്യേകിച്ച് ആ ഒരു ഡാമിൻ്റെ റിസർവെയർ, ഏത് ഡാമാന്ന് പറഞ്ഞില്ല, ഒന്നുകൂടെ പറ. തുംഗഭദ്രയിലോട്ട് പോകുന്ന ട്രിബ്യൂട്ടറി. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ജലസേചനത്തിനും പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? താഴെയുള്ള ടൗൺഷിപ്പ് അവർക്കുള്ള വെള്ളം, പിന്നെ ജലസേചനം പൊതുവായിട്ടും താഴെ ഇനി ഏതാ ടൗൺ ഉള്ളത് ഇത് കഴിഞ്ഞാൽ? ഇനി താരാനഗർ എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട്, പിന്നെ തൊർണകല്ലൂരിലാണ് ഈ പറയുന്ന JSWന്റെ പ്ലാന്റ് ഉള്ളത്. ഓക്കെ ഓക്കെ, JSW ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന മറ്റേ സിമെന്റ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു ബ്രാൻഡ് JSWന്റെ. ശരിക്കും JSW സത്യത്തില് ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ് ആണ്. അവരില് രണ്ടുപേരുള്ള ഒന്ന് സാവിത്രി ജിൻഡാൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ധനികയായ വനിതയായിരുന്നു സാവിത്രി ജിൻഡാൽ. MBA മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റു തോന്നുന്നു. അവരുടെ മകൻ നവീൻ ജിൻഡാല് MB ആണ്. നവീൻ ജിൻഡാലാണ് 2002 ആദ്യമായിട്ട് നമുക്ക് ദേശീയ പതാക സ്വന്തം വീടിന്റെ മുറ്റത്ത് ഉയർത്താനുള്ള അവകാശം സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുത്തത്. മാത്രമല്ല അദ്ദേഹം MB ആണ്. അദ്ദേഹം ഒളിമ്പിക്സിൽ നമ്മുടെ കുതിരയോട്ടം, അതിനൊരു പേര് പറയും, കുതിരയോട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മെഡലൊന്നും കിട്ടിയിട്ടില്ല, പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയുടെയാണ് ഈ JSW ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് JSWനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവരങ്ങളൊക്കെ അങ്ങനെ കേട്ട് അറിഞ്ഞാൽ നമുക്കിനി യാത്ര മുന്നോട്ട് തുടങ്ങിയാലോ? യെസ്, അങ്ങനെ ഇതാ നമ്മൾ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അലക്സ് പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം വ്യൂ പോയിന്റ്. ഇവിടെ എവിടെയെങ്കിലും വാഹനം ഒതുക്കിക്കോ, ഒന്നും നോക്കണ്ട. വ്യൂ പോയിന്റിൽ നിന്ന് ആ ഒരു ഭംഗിയും കൂടെ നമുക്ക് കാണാം. നമ്മൾ ഡ്രോണിലൂടെ അല്ല നേരത്തെ കണ്ടത് അല്ലേ? വ്യൂ പോയിന്റിൻ്റെ അവിടെ പോയി നിന്ന് നമുക്ക് അല്ലാതെ ഒന്ന് കണ്ടു നോക്കാം അവിടുത്തെ കാഴ്ചകൾ. അലക്സിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെയിലി ഇവിടെ വന്നിട്ട് പോകുന്ന പോലെയാ. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതിൻ്റെ മുകളിൽ കയറണം അല്ലേ? ഓക്കെ. ഓഹോ, ഞാണുമേലുള്ള കളി ഇനി പേടിക്കേണ്ടത്. ഒരു ചെറിയ ആട്ടം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലേ? എന്നാൽ ഞാനിവിടെ വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഒഴിവാണ്. ഇനി ഇതിൽ പിടിച്ച് കയറണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം കേട്ടോ കയറാനായിട്ട്. ഷൂട്ട് ചെയ്യണം, ഇതിലൂടെ കയറുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അലക്സ് ഓടിച്ചാടി കയറിപ്പോയല്ലോ. എൻ്റെ പൊന്നടാവേ, നടുക്കെത്തിയപ്പം നല്ല രീതിയിൽ ആടുന്നുണ്ടോ എന്നൊരു സംശയം. കാറ്റുണ്ടല്ലേ? നല്ല കാറ്റുണ്ട്. ഇത് പട്ടാളക്കാരൊക്കെ ഈ തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. തോക്കും പിടിച്ചിരിക്കാനാ? ഇല്ലില്ല. ആ ശരി, അവിടെ നല്ല അടിപൊളി. എന്തായാലും ട്രെയിൻ ആ ഭാഗത്തൂടി കടന്നു പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വിഷ്വലായിരിക്കും ആ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് കാണാനായിട്ട്. ആ ഒരു ഭാഗത്തൂടി ഇങ്ങനെ ഓരം പറ്റി, ആ മലയുടെ ഓരം പറ്റി ഇങ്ങനെ അങ്ങ് പോവുകയാണ് ട്രെയിന്. പിന്നെ ആ ഭാഗത്തൂടെയൊക്കെ പൈപ്പ് ലൈൻ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ പൈപ്പ് ലൈൻ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. അതെങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങ് ദൂരത്തേക്കൊക്കെ കിടപ്പുണ്ട്. എത്ര ദൂരമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ലോറികളൊക്കെ മണ്ണുമായിട്ട് അതിങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാം. നല്ല സൗണ്ടാണ്. പഴയ എഞ്ചിനാന്ന് തോന്നുന്നു. നല്ല സൗണ്ടുണ്ട്. പിന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലനിരകളുടെയൊക്കെ ഭംഗിയുണ്ടോ, എന്നാ രസമല്ലേ. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച അസാധ്യമാണ്, ഒന്നും പറയാനില്ല. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ലൊരു സ്ഥലത്താണ് കേട്ടോ അലക്സ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി എങ്ങോട്ടാണ് അടുത്ത യാത്ര? എന്തിന് തോന്നുന്നു. വല്ലാത്തൊരു പേരായി പോയല്ലത്. എളുപ്പമുള്ള പേര് വിളിക്കാം, വിജയനഗർ. അത് മതി. വിജയനഗർ സാമ്രാജ്യത്തിന്റെ
ടൗൺഷിപ്പ്, അവരുടെ തട്ടകം. വിജയനഗർ എന്നാണ് അവര് പറയുന്നത്. തുറന്നകല്ലു എന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന പൈപ്പ് ലൈനും എല്ലാം പോകുന്നത് ഈ തുറന്നകല്ലൂരിലുള്ള ഈ വിജയനഗറിലുള്ള സ്റ്റീൽ പ്ലാന്റിലോട്ടാണ്. അപ്പൊ അതൊരു കാണേണ്ട കാഴ്ചയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി പ്രവേശനം ഒരിക്കലും അവർ സമ്മതിക്കില്ല. പക്ഷേ പുറത്തോട്ട് എങ്ങനെ പോവാം, ഇതിന്റെ ക്യാമ്പസിന്റെ ഉള്ളിൽ കൂടെ തന്നെ മതി നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോ ഞങ്ങൾക്ക് അതിലൂടെ പോകാൻ പറ്റും. നമുക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിലെ ക്രോസ് ചെയ്ത് പോകും. അത് പതുക്കെ വരുള്ളൂ. അത് പതുക്കെ വരുള്ളൂ. ഓൾമോസ്റ്റ് എത്താറായി എന്ന് തോന്നുന്നു. ശരി. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. മുന്നോട്ടുള്ള യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ആ പേര് എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല. തുറന്നകല്ലു. ഇനി ഒന്നുകൂടെ പറയാൻ പറയരുത്, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ദാ പോകുന്ന ട്രെയിൻ. അങ്ങനെ ഇവരുടെ ഒരു ക്യാമ്പസിനകത്തേക്കാണ് കയറിയിരിക്കുന്നത്. കോളേജിലൊക്കെ പറഞ്ഞ ക്യാമ്പസ് അല്ല, ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ? ഇത് JSWന്റെ ഏരിയയാണ്. ഇവിടെ ആ ഒരു മുഷിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് മുഴുവൻ ഗ്രീനറിയാസ്. ഇതുവഴി വണ്ടി പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് അവര് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ കൊടുത്ത ചെടികൾക്ക്. എയർപോർട്ട്. ഇതാണ് എയർപോർട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ പറഞ്ഞ എയർപോർട്ട്. സെറ്റ്. പരമാവധി മരങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മുഴുവൻ ചുറ്റുമതിലാണല്ലേ? ചുറ്റുമതിലാണ് മൊത്തം. അകത്തേക്ക് കയറണമെങ്കിൽ കുറച്ച് പാടുപെടും സത്യത്തില്. ട്രെയിനിന്റെ വെച്ചോട്ടോ, സത്യത്തിൽ ഈ കോമ്പൗണ്ടും ഈ റോഡും JSWന്റെ ആണ്. പക്ഷെ അപ്പുറത്ത് റോഡ് കണക്ട് ആവാത്തത് കൊണ്ട് കൂടുതൽ ആളുകള് ഈ റോഡിലൂടെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും തിരക്കല്ലേ? അതുകൊണ്ടാണ് ഇത്രയും തിരക്കോടെ വരുന്നത്. ചിലപ്പോൾ ആ റോഡ് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും. പിന്നെ ആ വണ്ടികളൊക്കെ അതിലെ പോകും. നമ്മൾ നേരത്തെ റോഡ് പണി നടക്കുന്ന കണ്ടില്ലായിരുന്നു? അവിടെ ആ പണി നടക്കുന്നുണ്ടെങ്കിൽ പണി പൂർത്തിയായി കഴിയുമ്പോ മിക്കവാറും എല്ലാ വണ്ടികൾക്കും അതിൽ തന്നെ പോകാൻ പറ്റും. റോ മെറ്റീരിയൽ ഗേറ്റ് ഇത് കണ്ടില്ലേ? ഇത് റോ മെറ്റീരിയലിന്റെ ഗേറ്റ് ആണ്. ഇതുവഴിയാണ് റോ മെറ്റീരിയൽ അകത്തോട്ട് പോകുന്നതും ആ കാലിയായിട്ടുള്ള വണ്ടി മറ്റേ വഴി കൂടെ തിരിച്ചു വരുന്നു. ഇതുപോലത്തെ കുറെ റെയിൽപാളങ്ങൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവരുടെ ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് പാതകളുണ്ട്, റെയിൽവേ പാതകൾ. അപ്പൊ അതിലൂടെ എല്ലാം മിക്കവാറും ഓരോ യൂണിറ്റിലേക്ക് ഇവരുടെ യൂണിറ്റിലോട്ട് അവിടുന്ന് ചിലപ്പം എന്തെങ്കിലും അയണൂർ കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും. എക്സ്പോ പുറത്തോട്ട് കൊണ്ടുവരുന്ന. അതെ, ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ കുറെ മിഷനറി ഐറ്റംസും അതോടൊപ്പം തന്നെ ടിൻ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനകത്തൊക്കെ ആയിരിക്കും പ്രോസസ്സൊക്കെ നടക്കുന്നത്. എന്തായാലും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. ആക്ച്വലി ഇങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഈ ഗേറ്റിലൂടെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് അത് ശരി പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഗേറ്റിലൂടെ മെയിൻ വർക്ക് ഏരിയ. ഇവിടെ മെയിൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഗേറ്റും. എന്താ രസം നോക്കിയേ. എന്താ എഴുതിയേക്കുന്നത്? വിജയനഗർ JSW സ്റ്റീൽ ലിമിറ്റഡ്. JSW സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. മെയിൻ എൻട്രൻസ് ഒക്കെ നോക്കി എത്ര ഭംഗിയായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. കൊള്ളാം, അടിപൊളി. വിജയനഗർ വർക്ക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അടിപൊളി. ശരിക്കും ഒരു കോളേജിന്റെ ക്യാമ്പസിനുള്ളിലൂടെ പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കോളേജ് ക്യാമ്പസും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ശരി. അപ്പം ഞാൻ പറഞ്ഞതില് തെറ്റില്ല. ചെറിയ രീതിയിൽ ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നല്ലേ? ഇവിടുത്തെ ആളുകളുടെ ഇല്ലെങ്കിൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇവരുടെയൊക്കെ മക്കൾക്ക് പഠിക്കാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനുള്ളുണ്ട്. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്, കഫറ്റേരിയയിലോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇതിന്റെ ഉള്ളിലുള്ള ആളുകൾക്കോ പാസ്സുള്ള ആളുകൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ഈ കാണുന്ന റോ മെറ്റീരിയൽ ഗേറ്റ്. റോ മെറ്റീരിയലിലൂടെയാണ് അകത്തോട്ട് കയറി പോകുന്നത്. JSW റോ മെറ്റീരിയൽ ഗേറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റോ മെറ്റീരിയൽ അകത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന വഴിയാണ് നമ്മളെ കണ്ടത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടി മുഷിപ്പ് തുടങ്ങി കേട്ടോ. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇവിടം വരെയാണ് ശരിക്കും റോ മെറ്റീരിയൽസ് വരുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടം വരെ ഒരു റസ്റ്റി ആയിട്ടുള്ള ഇല്ലെങ്കിൽ പിന്നെ റെഡ് കളറിൽ ഉള്ള ഒരു ഇത് വരുന്നത്, ഷെയ്ഡ് വരുന്നത്. ഭയങ്കര ബുദ്ധി തന്നെ, കണ്ടുപിടിച്ച് കളഞ്ഞ്. അത്രയും ഞാൻ കടന്ന് ചിന്തിച്ചില്ല സാർ.
എല്ലായിടത്തും ഇതുപോലത്തെ ഇതുണ്ട് കേട്ടോ, റെയിൽവേ പാളങ്ങൾ. ഇതാ ട്രെയിൻ നിൽക്കുന്നതാണ്, ഇതാ വരാൻ വേണ്ടി ട്രെയിൻ. അതിപ്പോൾ ഇതിലെ കടന്നു പോകുമായിരിക്കും കേട്ടോ. വിദ്യാനഗർ എത്തി പോട്ടെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ മിക്കവാറും ഇതിനകത്തായിരിക്കും ക്യാമ്പസ് ഉള്ളത്. ക്യാമ്പസ് ക്ലാസ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എസ് ബി ഐയുടെ ബാങ്കൊക്കെ ഉണ്ട് കേട്ടോ. ആ, പെട്രോൾ പമ്പ് വരെ ഉണ്ട് പോരെ. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് വരെ ഉണ്ട്. ആ, മെക്കാനിക്കൽ സെൻ്റർ ഉണ്ട് ബോഷിൻ്റെ. അലക്സേ, എന്തായാലും ഇതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇതൊന്ന് ചുറ്റിക്കറങ്ങി കാണാനുണ്ട്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി സ്ഥലമല്ലേ അല്ലേ? അടുത്ത തവണ വരുമ്പം നമുക്ക് പെർമിഷൻ ഒക്കെ ചോദിച്ച് കയ്യും കാലും പിടിച്ച് അകത്തൊക്കെ ഒന്ന് കയറി അല്ലേ, ഒന്ന് കാണുന്നതൊക്കെ. ശരിക്കും നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ പല കാര്യങ്ങളും. നമ്മൾ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി. അതാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു മൈനിങ് സെന്റർ ഈ ഒരു സ്ഥലത്തുണ്ടെന്ന് തന്നെ, ഈ സണ്ടൂർ പോലുള്ള സ്ഥലത്തുണ്ടെന്ന് അറിയുന്നത് ശരിക്കും ഞാൻ അലക്സ് പറഞ്ഞിട്ടാണ്. നമ്മൾ പല പ്രാവശ്യവും ഇതിൻ്റെ പല വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ബെല്ലാരിയിൽ കോളിന്റെ മൈനിങ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ കർണാടകത്തിൽ വന്നപ്പോഴാണ് സണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏറ്റവും നല്ല അയൺ ഓറുകൾ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. അപ്പൊ അത് രണ്ടുമാണ് ഇവിടെ നമുക്ക് ശരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ JSW പോലത്തെ ഇത്രയും വലിയ ടോപ്പ് ടീമുകൾ ഇവിടെ പ്ലാന്റ് സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. എന്തായാലും നമ്മൾ ഈ ഒരു ടൗണിലേക്ക് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടു. അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തുകൂടെയെങ്കിലും കാറിലൂടെ സഞ്ചരിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. കർണാടകയിലെ യാത്രകൾ അവസാനിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ.